പൂച്ചെടി പോലെ ബാറക്കുമോ ഓലം വാദാമിൽ ഓലം ജീവാസരമതുണർത്തണമേ കബറിനുദ്യാനത്തിനായി സൗമൻകാലസ്പ്രിയനായി രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചു രക്തകാസപാനം ചെയ്തു ഹൃദരായോരേ നാശം നീക്കി ജീവിപ്പിച്ചടിയണം നിന്റെ നോക്കും അവരിൽ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ മേലാഘോഷിതനായിടുന്നു നയവാൻമാതൻ മുൻകൊമ്പിൻ നാദം കേട്ടിട്ടണിഞ്ഞെതിരേൽപ്പാന പോയിടുന്നു അനുഗ്രഹങ്ങൾ നടന്നിരിക്കുന്നവനെ പാർപ്പിക്കണമേ വാഴ്ത്തപ്പെട്ടവനാകുന്ന ശരീരങ്ങളാത്മാക്കളെ ശരിയാകണമേ. മണ്ണ് മണ്ണോടു ചേരുന്ന നേരം എന്റെ ആത്മാവു ചേരുന്ന വീടേ. മണ്ണ് മണ്ണോടു ചേരുന്ന നേരം എന്റെ ആത്മാവു ചേരുന്ന വീടേ. ഇല്ല ഭൂവിന്റെ ക്ലേശങ്ങൾ തെല്ലും ഉണ്ടെനിക്കായൊരുക്കിയ ഗേഹം. സ്വർപ്പൂരേ യേശുവിനരികിൽ, സ്വർപ്പൂരേ യേശുവിനരികിൽ. മണ്ണ് മണ്ണോടു ചേരുന്ന നേരം എന്റെ ആത്മാവു ചേരുന്ന വീടേ. മണ്ണ് മണ്ണോടു ചേരുന്ന നേരം എന്റെ ആത്മാവു ചേരുന്ന വീടേ. കഥനങ്ങളിൽ തുണയായി നീ അറിയാതെ അറിയാതെ ഹൃദി ചേർത്തുവോ. നിഴൽ മൂടുമെൻ വഴിയോരത്തിൽ തിരിനാളമണയാതെ നീ കാത്തുവോ. ഇനിയില്ലേ പോയി നിരുളാർന്ന നാളുകൾ കൃപയാലെ എന്നെയും ചേർത്തുവല്ലോ ചേർത്തുവല്ലോ. മണ്ണ്
ലോകത്തിൽ നിന്നെന്നും ഞാൻ വേർപെട്ടു പോകയില്ലെന്ന് കർത്താവേ ഞാൻ വ്യഥ ചിന്തി ചലഞ്ഞല്ലോ വ്യർത്ഥമായി. കർത്താവേ ഞാൻ വ്യഥ ചിന്തി ചലഞ്ഞല്ലോ വ്യർത്ഥമായി. ലോകത്തിൻ്റെ മോദങ്ങളിൽ വീണുലഞ്ഞ പാപി ഞാൻ, എന്നെ കോരിയെടുത്തു നിൻ ചാരെ ചേർത്തിടണമേ. എന്നെ കോരിയെടുത്തു നിൻ ചാരെ ചേർത്തിടണമേ. ലോകഭാരമെല്ലാം വീട്ട് സ്വസ്ഥനായി ഞാൻ പോകുന്നു. ദൈവദൂതർ എന്നെ കൊണ്ടു പോകുവാൻ നിന്നിടുന്നു. ദൈവദൂതർ എന്നെ കൊണ്ടു പോകുവാൻ നിന്നിടുന്നു. എൻ്റെ യാത്രയ്ക്കനുയാത്ര ചെയ്യുവാൻ മാലാഖമാർ വന്നിടുന്നു. നിങ്ങളിൽ നിന്നിതാ ഞാൻ പോയിടുന്നു. സെക്രട്ടറി ആയതുപോലെ നമ്മുടെ സമീപ ഇടവകയായിരിക്കുന്ന കല്ലിമേൽ കല്ലുകുളയം സെന്റ് തോമസ് ഇടവകയുടെ വികാരി നാം ഏറ്റവും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ ജോൺ സി അച്ഛൻ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഒരു വാക്ക് അനുശോചനം അറിയിച്ച് അതിനു വേണ്ടി വാങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകേ ഞാനേ നോട്ടം തികച്ചു സ്വർഗ്ഗേ വിരുദിനായി. ലോകേ ഞാനേ നോട്ടം തികച്ചു സ്വർഗ്ഗേ വിരുദിനായി. സംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായിടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ദൈവത്തിന്റെ നാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈടവീട് വികാരിയും ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട സോനു അച്ഛൻ, പത്തിച്ചിറ സെൻറ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയുടെ വികാരിയും നമ്മുടെ പ്രിയങ്കരമായിരുന്ന റെഡ്ജിയച്ഛൻ, ഈ ദേശത്തിൻ്റെ ആത്മീയതാവർഗ ജോഗിയച്ഛൻ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, ഇവിടെ ആശ്വാസ വചനങ്ങൾക്ക് പ്രസക്തിയില്ല. മരിച്ചവരുടെ പുനരുത്ഥാനത്തെപ്പറ്റി പ്രസംഗിക്കുന്നതിന് പ്രസക്തിയില്ല. ദുഃഖം കളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നാം കടന്നു പോകുന്നത്. ഈ കുടുംബത്തിൻ്റെ നാഥനായിട്ട് ജീവിച്ച്, ഈ കുടുംബത്തെ സ്നേഹിച്ച്, ഈ കുടുംബത്തിന് വേണ്ടി അത്യുത്ഥാനം ചെയ്ത ഒരു നല്ല പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ
യാദൃച്ഛികമായി ഇവിടെ പറയുന്നു എന്ന് പറയുന്നത് ദേശത്തിനും മുഴുവനും ദുഃഖമാണ്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് ജീവിത സായാഹ്നത്തിൽ പൗലോസ്ലീഹ പറയുന്നു. ബിനോയെ സംബന്ധിച്ചിടത്തോളവും അത് വളരെ അർത്ഥവത്താണ്. താൻ ജീവിച്ചിരുന്ന കാലം തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് ദൈവത്തെ അറിഞ്ഞ് ദൈവികനായി ജീവിച്ച് ഒരു കുടുംബമാണ്. ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മോളോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടും. ഈ കുഞ്ഞുങ്ങളോട് എന്താണ് ഈ മരണത്തിൻ്റെ ഉത്തരം എന്താണെന്ന് പറയാനൊക്കെയില്ല. തമ്പുരാൻ്റെ തീരുമാനങ്ങൾക്ക് നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല. തമ്പുരാൻ്റെ തീരുമാനം എന്താ നാം അറിയുന്നില്ല. പ്രിയപ്പെട്ട ബിനുവയെ ഞാൻ അറിയുന്നത്, ഞാൻ മാലിക്കര ഭദ്രാസനത്തിൻ്റെ പണിയുമായി സംബന്ധിച്ച് UAE പക്കോമീസിൽ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഞങ്ങളെ തിരക്കി അവിടെ വന്നു. ഞങ്ങൾ താമസിക്കുന്നതാണ്. പരിചയപ്പെട്ടപ്പോൾ കുന്നംപള്ളിക്കാരനായ ബിനോയിയാണ്. അത്ഭുതപ്പെട്ടു പോയി. എല്ലാവരും നമ്മൾ UAEയിലൊക്കെ ചെന്ന് ബിനോയി എന്തുവാണെങ്കിൽ നമ്മൾ ചെന്ന് മുട്ടുകയാണ്. എന്നാൽ ബിനോയ് അതല്ല. ഞങ്ങൾ വന്നു എന്നറിഞ്ഞിട്ട് ഞങ്ങളെ കാണാൻ വരികയും അദ്ദേഹത്തെ കഴിയാവുന്ന സംഭാവന അന്ന് മാലിക്കര ഭദ്രാസനത്തിൻ്റെ ആ കെട്ടിടമേക്ക് തരികയും ഞങ്ങളെ പല സ്ഥലത്തും കൊണ്ടുപോയി പല രാത്രിയിലും കൊണ്ടുപോയി പിരിവിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഒരു പ്രിയപ്പെട്ട മകനാണ് ബിനോയ്. അങ്ങനെയാണ് ഞാൻ ബിനോയെ ബന്ധപ്പെടുന്നത്. അതിനുശേഷം മുൻ പ്രാവശ്യം ബിനോയെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ കല്ലുമേപ്പള്ളി വന്നതിന് ശേഷം അദ്ദേഹം എപ്പോൾ ഈ വീട്ടിൽ വന്നാലും കല്ലുമേപ്പള്ളി വരികയും ഞാൻ പഴയ സൗഹൃദം പങ്കുവയ്ക്കുകയും നല്ല രീതിയിലുള്ള ഒരു ഇടപെടലുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മരണം സൂര്യവച്ചനോട് പറഞ്ഞപ്പോഴേ ഇവരും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നല്ലൊരു പൈതൽ, ഭക്തനായ ഒരു പൈതൽ, ദൈവത്തെ മുറുകെ പിടിച്ചൊരു പൈതൽ, സാക്ഷ്യമായി ജീവിച്ചൊരു പൈതൽ അവൻ്റെ ജീവിതത്തിൽ തുടക്കം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഒരു മനുഷ്യൻ്റെ 40 വയസ്സ് കഴിയുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ തുടക്കം. കുടുംബത്തോടുള്ള അവൻ്റെ ഇഴകിച്ചേരൽ, സമൂഹത്തോടുള്ള ഇഴകിച്ചേരൽ, അവൻ്റെ സഭയോടുള്ള ഇഴകിച്ചേരൽ, അത് കൂടുതൽ അവൻ്റെ സ്നേഹവും ബഹുമാനവും ലാളനയൊക്കെ അനുഭവിക്കാൻ പോകുന്നത് 40 വയസ്സ് കഴിയുന്നതാണ്. 2 കുഞ്ഞുങ്ങൾ, അവൻ്റെ ഭാര്യ, അപ്പനും അമ്മയൊക്കെ കൂടുതൽ അവൻ്റെ സ്നേഹവും അവൻ്റെ ആദരവും ഒക്കെ പ്രാപിക്കാനുള്ള സമയത്താണ് ബിനോയ് നമ്മളിന്ന് കടന്നു പോകുന്നത്. തമ്പുരാൻ്റെ ഇഷ്ടം എന്താണെന്ന് പറയാൻ ഒക്കെയില്ല. അങ്ങനെ ഈ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എനിക്ക് മരിക്കുന്നത് ലാഭവും ജീവിക്കുന്നത് ക്രിസ്തുവുമാണ്. ക്രിസ്തു ഉള്ള ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യന് മരണം ലാഭമാണ്. ക്രിസ്തുവിൽ ആയിരിക്കുന്ന മനുഷ്യന് മരിക്കുന്നത് ലാഭമാണ്. അതുകൊണ്ട് ബിനോയ് സ്വർഗീയയാത്ര ആരംഭിച്ചിരിക്കുക, മോക്ഷയാത്ര ആരംഭിച്ചിരിക്കുക, സമയന്മാർ ലേഖത്തിലുള്ള മോക്ഷയാത്ര. പ്രിയപ്പെട്ട മോളോട് പറയാനുള്ളത്, നിന്റെ ഈ ലോകത്തിലെ കാന്തൻ ഇപ്പോൾ വിട്ടുപിരിക്കുകയാണ്. സ്വർഗീയ കാന്തനായ നിന്റെ യേശു നിന്നെ താങ്ങും കരുതിക്കൊള്ളും. നമുക്ക് ദുഃഖമുണ്ട്, ഈ സുന്ദരമായ രൂപം ഇനി കാണാനൊക്കെയില്ല. ഈ ചിരിയും ആ വർത്തമാനവും ആ സൗമ്യമായ പെരുമാറ്റവും നമുക്ക് അനുഭവിക്കാനൊക്കെയില്ല. അതൊക്കെ ഓർക്കുമ്പോൾ ദുഃഖമുണ്ട്. ഈ മലയ കുടുംബത്തിൻ്റെ ചങ്കു പറിച്ചുകൊണ്ടാണ് ഈ മോളെയും ഈ കുഞ്ഞുങ്ങളുടെയും ചങ്കു പറിച്ചുകൊണ്ടാണ് പോയിരിക്കുന്നത്. എന്നാലും ദൈവം വരെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പറയുന്നു. മാമലിക്കര ഭദ്രാസന സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം മാമലിക്കര ഭദ്രാസനം ചെയ്ത വലിയ ഉപകാരങ്ങൾ ഒത്തിരി ഞങ്ങൾ സ്മരിക്കും എന്നും ഓർക്കും. ഞാൻ ഇന്നലെ അരമനയിൽ നമ്മുടെ ഈ ബിനോയുടെ മരണത്തെപ്പറ്റി പറയുകയുണ്ടായി. കാരണം ഞങ്ങൾ UAE ചെന്നപ്പോൾ ഞങ്ങളെ വന്ന് കണ്ട് അരമക്കെട്ടത്തിൻ്റെ പണിക്ക് വേണ്ടി അത്യുധ്വാനം ചെയ്ത ഒരു മകനാണ് നിശ്ചലമായ ഈ പട്ടിപ്പെട്ടി കിടക്കുന്നത്. മാമലിക്കര ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ മാമലിക്കര ഭദ്രാസനത്തിന് വേണ്ടി, മാമലിക്കര ഭദ്രാസന വൈദിക സംഘത്തിന് വേണ്ടി, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ദുഃഖവും ഈ കുടുംബമായിട്ടും പങ്കുവെക്കുകയാണ്. പ്രിയപ്പെട്ട ബിനോയ്, പ്രിയപ്പെട്ട മോനെ, ഈ സമാധാനത്താലെ പോവുക. അക്കരെ നാട്ടിൽ നമുക്ക് ഒന്നിച്ച് കാണുവാൻ സംഗതിയാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ശരണത്താലേ നിൻകൃപയിൽ ജീവാസ്വരമതുണർത്തണമേ കബരീനുദ്യാനത്തെ നാം എല്ലാവരും പ്രാർത്ഥിച്ചു
കൃപാവരത്താൽ നിഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രവയും പുകഴ്ചയും മാഞ്ഞു പോകാത്തതായ നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ അർപ്പിക്കപ്പെടുവാനടി ഞങ്ങൾ യോഗ്യരായി തീരണമേ. മണ്ണുകൊണ്ട് ഞങ്ങളെ മണിഞ്ഞുണ്ടാക്കുകയും ജീവശാസ്ത്രങ്ങളും ജീവിപ്പിക്കുകയും മനുഷ്യപുത്രന്മാരെ തിരിവരുമോ ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ ചേർന്നതുമായ അർത്ഥാംശുദ്ധി ഈ ദാസന്റെ മരണാന്തരത്തിൽ നയിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയാറുടെ ജീവിതകാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. മുഖനൗമ്യമോ ദൈവം തമ്പുരാനെ ഞങ്ങളുടെ വാങ്ങിപ്പോയ ദാശാവന്നം കൊടുക്കണമേ. നിയമത്തിൽ എഴുന്നള്ളി വരുമ്പോൾ സ്വർഗീയ മണവറയിലെ പ്രവേശിപ്പിക്കുമാറാണമേ. കരുണയുള്ളവനെ കരുണാന്വേഷിച്ചേക്ക് വിധിക്കരുതേ. നിന്നെ ഏറ്റു പറഞ്ഞ ഇവനെ നാം ഏറ്റു പറയണമേ. എൻ്റെ പിതാവിനെ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്ന് അകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിനാകും ഒരുക്കുന്ന ഭവനത്തെ വാശിവിടുന്ന് വലതുവാത്തുവാനും സമ്മതിയാകണമേ. സുതരിലും വീടും കൂടാതെ കൊടുക്കുമാറായിരുന്നേ. അജ്ഞരോ വാശമാക്കുവാൻ സംഗതിയായിരുന്നേ. അവസാന കാളനാഥ് ഊതുമ്പോൾ സൂര്യൻ കാർമയോടമ മാതിരിയും ചന്ദ്രൻ പ്രകാശം നിരാകരിക്കുകയും നക്ഷത്രങ്ങൾക്ക് സ്ഥാനം ഉണ്ടാകുകയും ചെയ്യുന്ന ഭയങ്കരമായ സമയത്ത് ന്യായവിധ സമയത്ത് നിന്റെ മുമ്പാകലിച്ചതിനാറ്റിരുവാനുടയാകരുതേ. ഓയാറിൽ പതിരിക്കുന്ന പൈശാചികളുടെ മതിയാത്മാവിനെ കാത്തിരുവാലിക്കണമേ. നിന്റെ സ്വർഗീയ മാലാകന്മാരെ അയച്ച് ഇവനെ നീ എതിരേറ്റുകൊണ്ട് പോകണമേ. നിന്റെ വേർപാടുക്ക് ചൂടുമാകളെ ആശ്വസിപ്പിക്കണമേ. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവ നാം വാഴ്ത്തപ്പെടുന്ന വചനത്തിൽ പറയുന്ന പോലെ സ്വയം ആശ്വസിക്കുവാനും മറ്റുള്ളവരെ ആശ്വസിപ്പാനും സംഗതിയാകണമേ. തുറന്ന സംസ്കാരങ്ങളെ പ്രദാനം ചെയ്യണമേ. എന്റെ നാഥ ഞങ്ങൾ നിനക്ക് സ്ത്രീ സ്തോത്രവും സമർപ്പിക്കുന്നു. ശരീരം പാക്ഷി ചെന്നേത്തമ്പാനം ചെയ്വോൻ പാതാളത്തിൽ പോകാനായിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ അങ്ങേക്ക് മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുടെന്നു മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ദൈവത്തിന്റെ സ്നേഹവും ഏകജാനവും തമ്പുരാന്റെ കൃപയും രക്ഷതുർഭാവയുടെ സംബന്ധവും ആവാസ് നടത്തിപ്പും കാവലുമെല്ലാം ദൈവമേ സത്യവിശ്വാസമായ ബലപ്രകാശന്റെ ആത്മാന്മേലും ദുഃഖത്തിലും ഇല്ലാതെ മേലും തുടർന്ന സംസ്കാരങ്ങളുടെ മേലും എന്നെ കൊണ്ടായിരിക്കുമാറാണെന്നേ. മാന്യനായ ജോൺസിപ്പനച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് ഭവനത്തിന് വേണ്ടി അറിയിക്കുന്നു. ചെന്നിത്തല വലിയ പള്ളി വികാരിയും ഒന്നാം ഇടവകയുടെ ബഹുമാനം ഈ ഭവനത്തോട് ഏറ്റവും അടുത്ത ബന്ധുവുമായിരിക്കുന്ന ബഹുമാനായ ദീപർക്കി അച്ഛൻ ഇവിടെ ഒരു വാക്ക് പ്രചോദനം അറിയിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഈ പ്രിയ ശാസനയാത്ര അയക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നു. മരണം നമുക്ക് ഏവർക്കും അറിയാം. പ്രത്യേകിച്ച് പത്രം പരിശോധിക്കുമ്പോൾ ആ മരണത്തിൻ്റെ ഒരു കണക്കാണ് ആദ്യം തന്നെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലത്തെ പത്രത്തിനകത്തും 29 വയസ്സുള്ള ഒരു മകൻ്റെ മരണത്തെക്കുറിച്ച് അതിനുശേഷം അവർക്കൊരു കുഞ്ഞുണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാർത്തകളൊക്കെ വായിച്ചു. അപ്പോൾ മരണങ്ങൾ ഇന്ന് വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഒരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് നാം ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ മരണം ഒരിക്കലും ഒരു നാശമല്ല, ഒരു പുതിയ ജീവൻ്റെ ആരംഭം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അപ്രകാരമുള്ളതായ അനുഭവത്തിൽ
വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശത്തെ നമുക്ക് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളെക്കാൾ, ഇവിടെ നടക്കുന്നതായ ആശ്വാസ വചനങ്ങളെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം തമ്പുരാൻ നൽകുന്ന ആശ്വാസം തന്നെയാണെന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. കർത്താവായ ക്രിസ്തു ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്യുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങളുടെ ഹൃദയം ചഞ്ചലപ്പെടുകയും ഭ്രമിക്കുകയും വരുത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കാരണം നമുക്കൊരു പ്രതിസന്ധി കടന്നു വരുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ പലവിധമായ ചിന്തകളും ചോദ്യങ്ങളുമെല്ലാം ഉളവായിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു മരണം സംഭവിച്ചു എന്നുള്ളൊരു വലിയ ചോദ്യം കാര്യങ്ങളും ഒക്കെ നമ്മുടെ എല്ലാം ഇവിടേക്ക് കടന്നു വരുന്ന ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. പക്ഷെ എന്നാൽ ദൈവം തമ്പുരാനാണ് നമ്മളെ ഓരോരുത്തരെയും ഈ ലോകത്തിലേക്ക് അയച്ചതെന്നുള്ള ബോധ്യവും, അതോടൊപ്പം തന്നെ ആ ദൈവം തമ്പുരാൻ തന്നെയാണ് നമ്മളെ വിളിച്ച് വേർതിരിക്കുന്നതെന്നുള്ളതായ ആ ഒരു ബോധ്യവും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. ഇന്ന് വളരെ വലിയ പ്രസംഗങ്ങൾ നടന്നാലും ഈ പ്രിയ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ പ്രിയ മകനാണ് നമ്മളോട് കൂടുതലായിട്ട് നിശബ്ദമായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്, ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീയാണെന്നുള്ളതായ ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ. കാരണം നമ്മുടെ എല്ലാം മരണം നമുക്ക് മുമ്പിലായിട്ട് എപ്പോഴുമുണ്ട്. പ്രത്യേകിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയും ഇന്നലെ തീരുമാനമെടുത്തിരിക്കുകയാണ്, പള്ളികൾ ഒരു സമയം വരെ തുറക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണവും നമുക്കറിയാം, രോഗവ്യാപനം നടക്കുമെന്നുള്ളതായ ഒരു ഭയപ്പാടും പ്രയാസങ്ങളുടെയൊക്കെ ഉള്ള ഒരു അനുഭവത്തിലാണ് അപ്രകാരമുള്ള ഒരു തീരുമാനത്തിലേക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അപ്രകാരമുള്ള അനുഭവത്തിൽ എപ്പോൾ വേണമെങ്കിലും മരണം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ ഒരു ബോധ്യത്തിലും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടത് ഏറ്റവും ആവശ്യം. കാരണം കർത്താവായ ക്രിസ്തു ഈ ലോകത്തിലൊക്കെ ആയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ പുത്രനായിട്ടും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതായ ഒരു അനുഭവത്തിലേക്കൊക്കെ കടന്നു വരുന്നു. അതിൻ്റെ അവസാനമായിട്ട് നമ്മൾ കാണുന്നു, മരിച്ചുവെങ്കിലും ഉയർത്തെഴുന്നേൽക്കുന്നതായ ഒരു അനുഭവത്തിലേക്ക് യേശു തമ്പുരാൻ കടന്നു വരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മളിവിടെ ഈ കുരിശും അല്ലെങ്കിൽ 2 മെഴുകുതിരിയും ഇവിടെ വെച്ചിരിക്കുന്നതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥത്തെ നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളേണ്ടത് ഏറ്റവും ആവശ്യം. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുരിശ് നമ്മളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കെല്ലാവർക്കും ഒരു ഉയർപ്പിൻ്റെ അനുഭവമുണ്ട് എന്നുള്ളതായൊരു വലിയ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ആ ഒരു അനുഭവം, കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉയർപ്പുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ്ലീഹായും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. അഭിവന്യ ഒസ്താദ്യോസ് തിരുമേനി പാടിക്കൊണ്ടിരുന്നു, ജീവിച്ചാലും മരിച്ചാലും ദൈവം മാത്രം മതി എനിക്ക് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ നമുക്ക് ആർക്കും, സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഒന്നാണ് മരണമെന്ന് പറയുന്നത്. കാരണം മരണത്തിൻ്റെ അനുഭവത്തിലേക്ക് പോകുവാനായിട്ട്, പ്രത്യേകിച്ച് ഈയിടെ ഒരു അമ്മച്ചിയുമായിട്ട് സംസാരിക്കുമ്പോൾ അമ്മച്ചിയുടെ മരുമകൾ പറഞ്ഞൊരു കാര്യം, ഏതോ ഒരച്ഛൻ ബർത്ത്ഡേക്ക് എന്നപ്പോൾ പറഞ്ഞു 100 വയസ്സ് വരെ ജീവിച്ചിരിക്കട്ടെ. ഈ 90-ാം വയസ്സിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വയ്യാത്ത ഒരവസ്ഥയിലൂടെ അമ്മച്ചി പോകുന്നത്. കാരണം അമ്മച്ചി പറഞ്ഞുകൊണ്ടിരിക്കുക, അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് 100 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരിക്കുക, അതുകൊണ്ട് എനിക്ക് 100 വയസ്സ് വരെ ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അമ്മച്ചിയെക്കുറിച്ച് കേൾക്കാനായിട്ട് അറിയാം. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ഓർക്കുക, ഇന്ന് ഈ ഭവനത്തിൽ നിന്ന് പോയി അല്ലെങ്കിൽ നാളെ രാവിലത്തെ പത്രത്തിൽ എൻ്റെ നിങ്ങളുടെയും പേര് ആ ചരമക്കോളത്തിൽ വരുമോ എന്നുള്ളതിൻ്റെ ഉറപ്പ് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും ഇല്ല. കാരണം എപ്പോൾ വേണമെങ്കിലും, കാരണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കാരണം ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് പഴയ കാലങ്ങളിൽ ഒത്തിരി പ്രായമുള്ളവർക്കൊക്കെ എത്തിക്കൊണ്ടിരുന്ന ഒന്നാണെങ്കിൽ അത് കുറഞ്ഞ് ഇന്നലത്തെ പത്രം വന്നപ്പോഴത്തേക്ക് 29 വയസ്സുള്ള ഒരാൾക്കൂടെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നതാണ്. അപ്പോൾ അപ്രകാരമുള്ള അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ എല്ലായ്പ്പോഴും ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം ദൈവം തമ്പുരാൻ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ ഏറ്റവും അവസാന വാക്യങ്ങളിൽ ഇപ്രകാരമാണ് ഓർപ്പിക്കുന്നത്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു വലിയ പ്രത്യാശയിലാണ് നമ്മൾ ആശ്വാസം കണ്ടെത്തുവാനായിട്ട് കഴിയേണ്ടത്. കാരണം മറ്റൊന്നും നമുക്ക് ആശ്വാസം നൽകുകയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യം. കാരണം ദൈവം തമ്പുരാൻ നമുക്ക് ആശ്വാസം തന്നെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹകരമായി മുമ്പോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്
ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അപ്രകാരമുള്ളതായ അനുഭവത്തിൽ നാം ആ ദൈവത്തിലൊന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ഒന്ന് മുറുകെ പിടിക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ഏറ്റവും ആവശ്യം. കാരണം അതുകൊണ്ടാണല്ലോ പറയാറുണ്ട്, 365 പ്രാവശ്യം പറയുന്ന ഒരു വാക്കാണ് ഭയപ്പെടേണ്ട. അല്ലേ, നമ്മൾ ഇന്ന് ഏറ്റവും ഭയപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇന്ന് മാസ്കും ഒക്കെ വെച്ചുകൊണ്ട് ഇവിടെ കടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഉണ്ട് ഭയം. ഭയമില്ലാത്തതായിട്ട് ആരുമില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ ഭയമില്ലാത്ത, അവർക്കിതൊന്നും അറിവില്ലാത്തതുകൊണ്ട്. എന്നാൽ ബാക്കിയുള്ളവർക്കെല്ലാം ഭയത്തിൻ്റെ അനുഭവമുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ ദൈവം തമ്പുരാൻ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നതായ ഒരു വലിയ സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയണം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹകരമായി മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുന്നത്. ഒരിക്കൽ ഒരു കുഞ്ഞ് ഒരു ശവസംസ്കാര ശുശ്രൂഷയെ സംബന്ധിച്ചതിന് ശേഷം അതിൻ്റെ മാതാവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അമ്മേ മരണമെന്ന്. അപ്പോൾ ആ കുഞ്ഞിന് എങ്ങനെ പറഞ്ഞു കൊടുക്കും? കാരണം 5 വയസ്സ് മാത്രമേ ഉള്ളൂ. പല പ്രാവശ്യം ആലോചിച്ചതിന് ശേഷം ആ പ്രിയ മകനോട് അമ്മ ഇപ്രകാരം പറഞ്ഞു കൊടുത്തു, മകനെ, നീ രാത്രികളിൽ TV ഇരുന്നു കൊണ്ട് TV ഇരിക്കുന്ന മുറിയിൽ കിടന്ന് നീ ഉറങ്ങിപ്പോകാറുണ്ട്. അതിനുശേഷം അവനോട് ആ അമ്മ ഒരു ചോദ്യം ചോദിക്കുകയാണ്, മോനെ, നീ രാവിലെ എവിടെ നിന്നാണ് എഴുന്നേറ്റ് വരുന്നത്? അപ്പോൾ പറയുകയാണ്, പിന്നെ ഞാൻ വരുന്നത് എൻ്റെ മുറിയിൽ നിന്നാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ അടുത്ത ഒരു ചോദ്യം കൂടെ അമ്മ ആ മോനോട് ചോദിക്കുകയാണ്, മോനെ, നീ എങ്ങനെയാണ് TV വെച്ചിരുന്ന മുറിയിൽ നിന്ന് നിൻ്റെ മുറിയിൽ എത്തപ്പെട്ടത്? അപ്പോൾ പറയുകയാണ്, എൻ്റെ പപ്പ രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അറിയാതെ എന്നെ കൊണ്ടവിടെ കിടത്തിയത്. അപ്പോൾ അതുപോലത്തെ ഒരു അനുഭവമാണ് മരണമെന്ന് ആ പ്രിയ കുഞ്ഞിന് ഈ പ്രിയ മാതാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും അറിയണം, നമ്മുടെ എല്ലാവരുടെയും പപ്പായായ ദൈവം തമ്പുരാൻ നമ്മളെ വിളിച്ച് വേർതിരിക്കുന്നതാണ് മരണമെന്നും ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇയ്യോബ് പറയുന്നു, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അത് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് വന്നു കഴിയുമ്പോൾ അതൊന്ന് പറയുക എന്ന് പറയുന്നത് പ്രയാസമേറിയൊരു കാര്യം. പക്ഷെ എങ്കിൽ പോലും ആ ദൈവത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ യേശുദമ്പുരാനെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ആ ശക്തി ആർജിക്കുവാനായിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുന്നതെന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. കാരണം യേശുദമ്പുരാൻ അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ അറിയാതെ നമ്മുടെ ആരുടെയും ജീവിതത്തിലൊന്നും സംഭവിക്കുകയില്ല. അപ്പോൾ ദൈവം തമ്പുരാൻ വേണ്ടതായ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടാകും. വൈകാൻ തക്കവണ്ണം ഏറ്റവും ബഹുമാന്യനായ നമ്മളെ സ്നേഹിക്കുന്ന മാധവി തോമസ് അച്ഛൻ, അനുശോചനം അറിയിച്ച ബഹുമാന്യനായ ദീപർക്കി അച്ഛൻ എന്നീ വൈദികരുടെ സാന്നിധ്യം ഉണ്ട്. ഈ അവൻ്റെ വേർപാട് എല്ലാവർക്കും ഏറെ ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെ അനുഭവമാണ് തരുന്നത് എന്നുള്ള നമുക്ക് ബോധ്യമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാമൂഹികമായ സാഹചര്യവും ആയതുപോലെ ഔദ്യോഗികമായ അറിയിപ്പ് മുഖാന്തരം ഏറെ സമയം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെലവിടുവാനായിട്ട് അനുവാദമില്ലല്ലോ. ആ തരത്തിൽ വളരെ ഭാഗ്യകരമായി വളരെ ദൂരെ നിന്ന് മകനെ തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് കടന്നു വരുവാൻ അത് ദുഃഖപൂർണമാണെങ്കിലും ക്രിസ്തീയ പ്രത്യാശയാണ് നമ്മെ വഴി നടത്തുന്നത്. ആ പ്രത്യാശയിൽ നമുക്ക് ശരണപ്പെടാം. ഇത് നാശത്തിൻ്റെ വഴിയല്ല, മറിച്ച് ഉയർപ്പിൻ്റെ വഴിയിലേക്കാണ് ഈ മകൻ കടന്നു പോകുന്നതെന്നുള്ള ബോധ്യം നമ്മെ ധരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആമുഖമായിട്ട് പറയുന്നു. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കൂടുതൽ ആളുകൾ ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകരുത്. കണ്ട ആളുകൾ മാറി മറ്റുള്ളവർക്ക് വന്ന് കാണുവാനുള്ള സൗകര്യം ആയതുപോലെ ദേവാലയത്തിൽ ഔദ്യോഗികമായ അറിയിപ്പനുസരിച്ച് 20 പേർക്ക് മാത്രമേ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുവാനായിട്ട് അനുവാദമുള്ളൂ. ആ തരത്തിൽ ഭവന അംഗങ്ങൾ മാത്രം ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കാവൂ എന്ന് വളരെ സ്നേഹത്തോടു കൂടി നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയാണ്. വന്യ വൈദികരെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നിൻ
നിന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നുകൊണ്ടും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. പിതാവേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. പിതാവേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. പിതാവേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നമസ്കാരവും ശുശ്രൂഷകൾക്കായിട്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. ഭാഗ്യവാന്മാരോട് തന്നെ നിനക്ക് സ്തുതി വാഴ്ത്തുമോ. ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുസ്വരത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. വിനോദത്തോട് ഞങ്ങളെ രക്ഷിക്കണമേ. ശക്തിയും നമ്മുടെ കർത്താവിനോടുകൂടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഇന്നുമുള്ളതിന് പുറത്ത് പറയുമേ നമ്പരാന്യമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തിൽ തമ്പുരാന്റെ വേഷമുള്ളണമേ. ആമേൻ. പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും ലോകമാറാകണമേ. ആമേൻ. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാട് വലയിൽ നിന്നും അദൃശ്യമായ അന്ധകാരസേനയിൽ നിന്നും നീ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് എന്നേരുവാനും വിശുദ്ധന്മാരോടൊന്നിച്ച് എന്നേക്ക് നിങ്ങൾ വസിപ്പാൻ ഇവരെ സംഗതിയാക്കണമേ. ആമേൻ. സംരക്ഷകനാം നാഥാ ദേവാ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവും പകലും തിരുമുമ്പിൽ കേണേ പ്രാർത്ഥന നിൻ സവിധം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചിടണമെം യാചനയെ തിന്മയെ മോഹിച്ചെന്നാത്മം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നുയിർ പാതാളം പോകെ ോലം വാദാമിൽ കോലം വൽമീനാമേ. ഹൃദയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുത്താനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരുയരൻ തിരുമയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടൂ പരഭാഗേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരയേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മനുഷ്യരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. ആദിയിൽ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനുമായ മിശിഹാ തമ്പുരാനെ നിരകളും ഗണങ്ങളും മുമ്പാകെ പരിഭ്രമിച്ച് വരച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു.
നാശത്തിന് അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അടിഞ്ഞു പോവുകയും ഭൂമി ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരാവിഷ്കരിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള പതിനെത്താം നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിപൂർമ്മ ജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസന മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് പ്രത്യാശയോട് നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരനെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്ന അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അരുളിച്ചേർന്നിട്ടുള്ള വചനം ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. തിരുസേനയിലേക്ക് എടുത്തിരിക്കുന്നതാണ് പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി സമയത്തിന് വച്ചിരിക്കുന്ന കൊണ്ട് സ്വർഗീയ ഊർജ്ജത്തിൽ മോഹനീയ വാസത്തിനെ നീ ആശീർവദിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും ഗുരുമാർഗത്തിനേക്കും ഇവനെ അർഹനാക്കുകയും ചെയ്യണമേ. കർത്താവരുളിയ നാൾ വരെയും ഞാൻ വേദിയതാകും. മോഹന നശ്വര മന്ദിരമേ വാഴ്ക ശുഭം വെയ്യേ. ഹല്ലേലൂയ ഹല്ലേലൂയ ബാറക്കുമോ ശുഭഹോല ബോല പ്രോബൽ റൂഹോ കാദേശോ ഹല്ലേലൂയ. ദൈവസുത വഴി യാത്രയിലും ദാസന്നെ
ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമാരിവനെ രക്ഷിപ്പാൻ വന്നോൻ മശിഹ നീയൻ സങ്കേതം മിത്രം ചാവിരുളിൽ പാതാളത്തിൽ നിൻ ശ്രീവായാണൻ ദൈവം എൻ വേർപാടാസന്നം ഞാൻ നിങ്ങളിൽ നിന്നിപ്പോൾ നീങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർത്തന്നെ ഓർപ്പേ നിങ്ങൾ വത്സരേ ശാന്യവാഴി കാരന്മാരെ പ്രാർത്ഥിപ്പേ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു ഏൽക്കുക ദേവാ നിൻ ശരണേ നിദ്രയിലായോരാത്മത്തെ നിൻകൃപ ശോഭിക്കും നാളിൽ നിർത്തണമേ വലമാ ഇവനെ ദാസന്റെ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നെ നിർത്തണമേ വലമാ ഇവനെ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും നാളുകളോ ഹല്ലേലൂയ മുക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ പാലിക്കുമോ ശരണ തലേ നിൻ കൃപയിൽ ജീവാസരമതുണർത്തണമേ വിരകുന്നോൻ രാജാ നിന്നെഴുന്നള്ളേ ജീവൻ മൃഗം നൽകുന്നു കബറുകളുള്ളിൽ നിന്ന് അവരുടെ എഴുന്നേറ്റു ശരീരം ഭാഷി ചന്ദ്രത്വം പാനം ചെയ്തോർ പാതാളത്തിൽ പോകാനായി വിരാജ എന്നും അവൻ ജീവിപ്പാനും എന്നും കാർത്ത കണ്ണുകളിന് മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ കേവലമാക്കണമേ പ്രകാരം വൃത്തസംഖ്യയിലേക്ക് വിളിച്ചേർത്തിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ അവൻ്റെ ആത്മാവിനെ ദുഃഖത്തിനും വിലാപത്തിനും പ്രയാസങ്ങളിലും മാതാപിതാക്കന്മാരുടെയും അവരുടെ മേലും കുഞ്ഞുങ്ങളുടെ മേലും എല്ലാ ബന്ധുമിത്രാദികളുടെ മേലും സാക്ഷിക്കാരുടെ മേലും പ്രാർത്ഥിക്കാനായി കടന്നുള്ളവരുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും സാന്ദ്രമായ ഒരു അനുഭവത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. ഒരു വാക്ക് ഇടവകയുടെ ഭാഗത്ത് നിന്ന് അനുശോചനം അറിയിക്കാനായിട്ടാണ് ഈ സമയം ആഗ്രഹിക്കുന്നത്. മരണം ഏതു വിധേനെ എപ്പോഴാണ് കടന്നു വരുന്നതെന്ന് നമുക്ക് യാതൊരു നിശ്ചയവും ഇല്ല. കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്നുണ്ട്, യജമാനൻ കള്ളനെ പോലെ വരുന്നു, അതേതു സമയം വരുന്നു എന്നറിയായികയാൽ ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും എന്ന് കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്നു. എന്നാൽ ജീവനുള്ള കാലത്ത് നമുക്ക് ഈ വാക്യത്തിൻ്റെ അർത്ഥം, അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കുവാനായിട്ട് പലപ്പോഴും സാധ്യമാകുകയില്ല. എന്നാൽ ഇന്ന് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്ന ബിനോയ് നമ്മിൽ നിന്ന് വേർപെട്ട് പോയിരിക്കുകയാണ്. നാം ലോകപരമായി നോക്കുമ്പോൾ വളരെ ദുഃഖവും പ്രയാസവും നിറഞ്ഞ ഒരനുഭവമാണിത് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. എന്നാൽ പരിശുദ്ധനായ പൗലോസ്ലീഹ 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ഭൗമഭവനം അഴിഞ്ഞുപോയാലും നിത്യമായ കൈപ്പണിയല്ലാത്ത ഒരു ഭവനം നമുക്ക് സ്വർഗത്തിൽ ഉണ്ട്. ദൈവത്തിൻ്റെ ദാനമായ ആ കെട്ടിടത്തിലേക്കാണ് ബിനോയ് കടന്നു പോകുന്നത്.
യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം ആദ്യ വാക്യങ്ങൾ കർത്താവ് നമ്മളോട് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് വാസമൊരുക്കി വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിച്ചേർക്കും. 27-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പറയുന്നു, ഞാൻ എൻ്റെ പിതാക്കന്മാരോട് ചേർന്ന് ഭാഗ്യമുള്ള ദേശത്ത് എത്തുന്നില്ല എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്ക് വലിയ കഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ ഈ ലോകത്ത് നിന്ന് കടന്നുപോയി എൻ്റെ പിതാക്കന്മാരുടെ സന്നിധിയിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. ബിനോയിയുടെ വേർപാട് ലോകപരമായി നമുക്ക് ദുഃഖമാണ്, പ്രയാസമാണത്. ഹൃദയത്തിൽ സ്വീകരിപ്പാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ഇത് നിരാശയുടെ അനുഭവമല്ല, മറിച്ച് നമുക്ക് മുന്നേ ഭാഗ്യകരമായ ഒരു അനുഭവത്തിലേക്ക് ഈ മകൻ കടന്നു പോകുന്നു എന്നുള്ളത് ചിന്തിപ്പാനാണ് ഈ സമയം നമുക്ക് വേർതിരിക്കേണ്ടത്. എത്ര വാക്കുകൾ കൊണ്ട്, വചനം കൊണ്ടോ മാനുഷികമായ നമ്മളുടെ ദുഃഖത്തിന് പരിപൂർണമായ ആശ്വാസം ലഭിപ്പാൻ തക്കവണ്ണം ഇടയാകില്ല. സ്വയം നാം ദൈവത്തിൽ ആശ്രയിപ്പാൻ, ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന് ഈ പിതാവും മാതാവും സഹധർമ്മിണിയും കുഞ്ഞുങ്ങളുമൊക്കെ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ കഠിന വേദനയിൽ നിന്ന് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദീർഘമായ പ്രസംഗത്തിലേക്ക് നടക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മക്കളിൽ വാഴുവാനും സകല ബുദ്ധിയെ കവിയുന്ന സമാധാനം കൊണ്ട് നിറയപ്പെടുവാനും ദൈവം സംഗതിയാക്കട്ടെ എന്ന് ദൈവമായിട്ട് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കുന്നം ഇടവകയെ സംബന്ധിച്ച് ബിനോയിയുടെ വേർപാട് ഏറെ ദുഃഖവും പ്രയാസവും നൽകുന്നതാണ്. കാരണം അകാലത്തിൽ അസമയത്താണ് ഈ മകൻ യാത്രയാകുന്നത്. നമ്മളൊക്കെ പറയാറുണ്ട്, അസമയത്ത് യാത്ര നന്നല്ല. പക്ഷേ അസമയത്തുള്ള ഈ മകൻ്റെ യാത്ര ക്രിസ്തുവിൻ്റെ കൈപിടിച്ചാകുമ്പോൾ അതിൽ നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. അന്യദേശത്ത് മരണപ്പെട്ടുവെങ്കിലും സ്വന്തം സഹോദരിയുടെയും സഹോദരൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഒത്ത് സന്തോഷം പങ്കിടുന്ന സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി യാത്രയാകുവാൻ ഈ മകന് സാധിച്ചു എന്നുള്ളത് അസൂയയോടെയാണ് നാം നോക്കിക്കാണേണ്ടത്. കാരണം ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെ മരിക്കുമെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തില്ല. വളരെ വേദനയോടുകൂടി മരിക്കുന്നതിനേക്കാൾ സ്വന്തം സഹോദരങ്ങളോടുകൂടി ബന്ധുക്കളോടുകൂടി ചേർന്ന് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് മരണത്തിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുവാനായിട്ട് ആഗ്രഹിക്കുക. വിദൂര ദേശങ്ങളിലൊക്കെ അനേകർ മരിക്കുമ്പോൾ തുടർന്നുള്ളതായ അവരുടെ അനുഭവം നമുക്കൊക്കെ പറയാതെ തന്നെ അറിയാനായിട്ട് സാധിക്കും. എന്നാൽ ബിനോയിയെ സംബന്ധിച്ച് അന്യദേശത്ത് മരണപ്പെട്ടുവെങ്കിലും വളരെ ഭാഗ്യകരമായ ഒരനുഭവം, ഒരു മരണമായിട്ട് ഇതിനെ കാണുവാൻ നമുക്ക് കഴിയണം. കാരണം എല്ലാവരുടെയും സ്നേഹവും ശുശ്രൂഷയും ഒക്കെ ഈ മകന് അനുഭവവേദ്യമായി. ദുബായ് സെൻറ് തോമസ് ദേവാലയത്തിലെ അംഗമെന്ന നിലയിൽ അവിടുത്തെ അച്ഛന്മാർ, മറ്റ് വിശ്വാസികൾ, നമ്മളുടെ സഹോദരങ്ങൾ, കാണുവാനും അറിയാനും സാധിക്കാത്ത ഒത്തിരി ആളുകൾ ഈ മകൻ്റെ വേർപാടിൽ വരുവാനും ഈ മകന് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കുവാനായിട്ട് സമയത്തിടയായി. അനേകം ആളുകൾ അനാഥരായി മരിച്ച് അനാഥമായി അടക്കം ചെയ്യപ്പെടുമ്പോൾ ബിനോയിയെ സംബന്ധിച്ച് അന്യദേശത്താണെങ്കിലും വളരെ അനുഗ്രഹകരമായ ക്രിസ്തീയ ആരാധനയുടെ പൂർത്തീകരണം സംഭവിക്കാൻ തക്കവണ്ണം ഈ മകന് സാധ്യമായി. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക് ഔപചാരികമായിട്ട് നന്ദി കുറച്ച് പേരോട് അറിയിക്കുവാനായിട്ടുണ്ട്. ദുബായ് സെൻറ് തോമസ് ദേവാലയത്തിൻ്റെ വികാരി ബഹുമാന്യനായ നൈനാൻ ഫിലിപ്പ് പനയ്ക്കാമറ്റം അച്ഛൻ, അസിസ്റ്റൻ്റ് വികാരി സിബു അച്ഛൻ, ഒരു രണ്ടുപേരും വളരെ പ്രയത്നിച്ച് ബിനോയിയുടെ മരണാനന്തര ചടങ്ങുകൾ അവിടെ വെച്ച് പരിപൂർണമായി നിർവഹിക്കാൻ തക്കവണ്ണം ഇടയായി. ഭവനത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളും വളരെ വേഗത്തിൽ ചെയ്യുവാനായിട്ട് അവരുടെ അശ്രാന്ത പരിശ്രമം
ഉണ്ടായി എന്ന് ഈ ദിവസങ്ങളിലൊക്കെ ഭവനത്തിന് ബോധ്യമായി. നമ്മളൊക്കെ അത് ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുവാൻ നമുക്കിടയായി. വന്യ വൈദിക ശ്രേഷ്ഠരോടുള്ള നന്ദി കുന്നം ഇടവകയെ സംബന്ധിച്ച് വളരെ നിസ്സീമമാണ്. ഇതിനു മുമ്പ് രോഗിയായിരുന്ന നമ്മളുടെ സഹോദരൻ അനിലിനെ കൊണ്ടുവരുവാനൊക്കെ അവർ വളരെ പ്രയത്നപ്പെട്ടു. ഈ സമയത്ത് ഈ ഭവനത്തിന് വേണ്ടി കുന്നം ഇടവകയ്ക്ക് വേണ്ടി അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ആയതുപോലെ ദുബായ് പള്ളിയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അവരുടെയൊക്കെ പേരുകൾ എനിക്ക് അറിയാമെങ്കിലും ഇപ്പോൾ അത് പ്രസ്താവിക്കുന്നില്ല. ദൈവത്തിനുമുമ്പിൽ അന്യദേശത്ത് നമുക്ക് വേണ്ടി മാലാഖമാരെ പോലെ അവരെ ദൈവം ഒരുക്കി. അവരോടുള്ള നന്ദി ഈ സമയത്ത് ഭവനത്തിന് വേണ്ടി അറിയിക്കുകയാണ്. ആയതുപോലെ അഷ്റഫ് താമരശ്ശേരി, അതുപോലെ റിയാസ് കൂത്തുപറമ്പ് എന്നിവരടങ്ങുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, അവർ വിളിദേശത്ത് വെച്ചൊക്കെ മരിക്കുന്ന ആളുകളുടെ മൃതശരീരം സ്വന്തം ദേശത്തേക്ക്, സ്വന്തം ഭവനത്തിലേക്ക്, താൻ മാമോദീസ ഏറ്റ ദേവാലയത്തിലേക്കൊക്കെ കടന്നു വന്ന് അന്ത്യവിശ്രമം കൊള്ളുവാനായിട്ട് അവർ അശ്രാന്തം പരിശ്രമിക്കുന്ന വ്യക്തികളാണ്. നമ്മൾ കണ്ടിട്ടില്ലാത്ത, നാം അറിയാത്ത ആ സഹോദരങ്ങൾ അനേക കാര്യങ്ങൾ, അനേക ദിവസങ്ങൾ ബിനോയിയുടെ മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പ്രയത്നപ്പെട്ടു. ബിനോയി അവസാനമായിട്ട് പ്ലെയിനിൽ കയറ്റി അയക്കുവാൻ തക്കോണം ആ സമയത്തും അവർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ രാത്രിയിൽ 12 മണിയായപ്പോൾ എന്നെ അവിടെ നിന്ന് ആളുകൾ വിളിക്കുകയുണ്ടായി. അവരൊക്കെ അത് പ്രത്യേകം എന്നോട് പറയുകയുണ്ടായി. ആ സഹോദരങ്ങളോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ആയതുപോലെ ദുബൈയിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത്, ദുബായ് ഹെൽത്ത് അതോറിറ്റി, ദുബായ് പോലീസ് തുടങ്ങിയ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങൾ ഇടപെട്ടു. അതുപോലെ ഇന്ത്യൻ കോൺസുലേറ്റ്, ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥർ പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങളിൽ നേതൃത്വം നൽകി. നോർക്ക റൂട്ട്സ് അവരാണ് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചത്. ഈ ഭവനത്തിൽ മൃതശരീരം എത്തുന്നത് വരെ അവരുടെ മേൽനോട്ടമുണ്ടായിരുന്നു, സഹായമുണ്ടായിരുന്നു അവിടുത്തെ ഉദ്യോഗസ്ഥർ. ആയതുപോലെ ബിനോയ് ജോലി ചെയ്തുകൊണ്ടിരുന്ന ദുബായ് എഞ്ചിനീയറിംഗ് കൺസോർഷ്യം കമ്പനിയിലെ ബഹുമാന്യനായ ജോർജ് സാറ്, ആബിദ് സാർ, അതിൻ്റെ PRO ആയിട്ട് പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ കെന്നഡി, മറ്റ് സഹപ്രവർത്തകർ, അവരോടൊക്കെയുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതിലേറ്റവും നമ്മുടെ പള്ളിയിലെ അംഗങ്ങളായി ദുബൈയിലായിരിക്കുന്ന ബഹുമാന്യനായ പോൾ ജോർജ് പൂവത്തേരിൽ, ജോൺ ജോയി, ആയതുപോലെ പീടികയിൽ ഷിബു, പിന്നീട് മറ്റ് നമ്മുടെ സജു ഇടക്കേത്തലയ്ക്കൽ സജു ജോർജ്, ഷാജി, അങ്ങനെ അനേകം ആളുകൾ, നമ്മുടെ സഹോദരങ്ങൾ ബിനോയിയുടെ വേർപാട് അറിഞ്ഞതു മുതൽ ഈ കാര്യങ്ങളിലെല്ലാം അവർ അശ്രാന്ത പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അനേക തവണ പോൾ ജോർജ് പൂത്തിൽ, അതുപോലെ സജു ജോർജ് എന്നിവരൊക്കെ എന്നെ ഫോണിൽ വിളിക്കുകയും ഇവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ അറിയിക്കുകയും ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള നിർദ്ദേശങ്ങൾ തരികയുണ്ടായി. നമുക്കറിയാം, ഈ സാഹചര്യത്തിൽ നമ്മൾ വളരെ ചുരുങ്ങിയ കാര്യങ്ങളിലൂടെയാണ് സംസ്കാര ശുശ്രൂഷകളൊക്കെ നിർവഹിക്കുന്നത്. മൃതശരീരം പുറത്തെടുത്ത് ശുശ്രൂഷ നടത്തുവാനായിട്ട് അനുവാദമില്ല എന്ന് ഗവൺമെൻറ് ഭാരവാഹികൾ നമ്മളെ അറിയിച്ചപ്പോൾ ഒരു നോക്ക് ബിനോയിയുടെ മുഖം അവസാനമായി എല്ലാവർക്കും കാണണം എന്നുള്ള ആഗ്രഹം അറിയിച്ചപ്പോൾ വളരെ കഷ്ടപ്പെട്ടാണ് അവർ അങ്ങനെ ഒരു ക്രമീകരണം ഉണ്ടാക്കുവാനായിട്ട് ഇടയായത്. ആയതുകൊണ്ട് ഈ മകൻ്റെ വേർപാടിൽ ദുഃഖത്തിലും പ്രയാസത്തിലും നാം ആയിരിക്കുന്നുവെങ്കിൽ തന്നെയും ദൈവം മാലാഖമാരെ പോലെ അനേകരെ ഒരുക്കി. അവരുടെ പ്രവർത്തനം, അവരുടെ സഹായം നമുക്ക് ഏറ്റവും ആശ്വാസത്തോടെ ഈ മകനെ യാത്ര ചെയ്യിപ്പാൻ തക്കോണം ഈ സമയത്ത് ഇടയാകുകയാണ്. ഒരു എഴുത്തുകാരൻ ഇപ്രകാരം പറയുന്നുണ്ട്: ജീവിച്ച വർഷമല്ല, വർഷിച്ച ജീവിതമാണ് ഏറ്റവും മുഖ്യം. നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. ബിനോയുമായിട്ട് വലിയ ദീർഘമായ ഒരു പരിചയം എനിക്ക് ഇല്ല. 2-3 തവണ അവധിക്ക് വരുമ്പോൾ കണ്ടുള്ള ഒരു പരിചയം മാത്രമേ എനിക്ക് ഈ സഹോദരനുമായിട്ടുള്ളൂ. എന്നാൽ ഭവനത്തിൽ പലപ്പോഴും കടന്നു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറയുവാനും കേൾക്കുവാനും അറിയുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. 46 വയസ്സ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു തുടക്കം മാത്രമായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. എന്നാൽ
പക്വതയിലേക്ക് വളരുമ്പോൾ തന്നെ ഏറ്റവും പക്വമതിയായിട്ട് ജീവിക്കാൻ തക്കവണ്ണം ബിനോയ്ക്ക് സാധ്യമായി. നന്മയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ബിനോയ് എന്ന് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെക്കാൾ പ്രായം എനിക്ക് കുറവാണെങ്കിലും എന്നോട് അദ്ദേഹം കാണിച്ചിട്ടുള്ള സ്നേഹവും ബഹുമാനവും കരുതലും ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുകയാണ്. പക്വമതിയായി, സ്നേഹസമ്പൂർണനായി, നല്ല ഭർത്താവായി, നല്ല പിതാവായി, നല്ല മകനായി ഒക്കെ തനിക്ക് ലഭിച്ച ജീവിതത്തെ ക്രമീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് ജീവിച്ച വർഷമല്ല, മറിച്ച് അദ്ദേഹം ചൊരിഞ്ഞു തന്ന വർഷിച്ച സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും അനുഭവത്തിൽ ആ ഓർമ്മയിൽ ഭവനത്തിന് എത്ര നാൾ വേണമെങ്കിലും ഈ ലോകത്ത് ദുഃഖമില്ലാതെ ജീവിക്കാനായിട്ട് ഇടയാകും. ആ ഓർമ്മകൾ മതി ഭവനത്തെ ബലപ്പെടുത്തുവാൻ എന്ന് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദേശത്തെ സംബന്ധിച്ച്, ഭവനത്തെ സംബന്ധിച്ച്, കുന്നം ഇടവകയെ സംബന്ധിച്ച് ബിനോയുടെ വേർപാട് ഏറ്റവും ദുഃഖമാണെങ്കിലും നിരാശയുടെ ഒരു തരി പോലും നമുക്കില്ല. കാരണം നമുക്ക് മുന്നേ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നു, നമുക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. നാളെ നമുക്കും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോയി ഒരുമിച്ച് നിന്ന് ദൈവത്തെ സ്തുതിക്കാമെന്നുള്ള വലിയൊരു പ്രത്യാശയുടെ അനുഭവമാണ് നമ്മെ ഭരിക്കുന്നത്. കുന്നം ഇടവകയുടെ ട്രസ്റ്റി വർഗീസ് ജോൺ അവർകൾ, ട്രസ്റ്റി സെക്രട്ടറി ബഹുമാന്യനായ വി മാത്തുണ്ണി അവർകൾ, മറ്റ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ആധ്യാത്മിക സംഘടനയുടെ എല്ലാ പ്രവർത്തകർ, യുവജന പ്രസ്ഥാന അംഗങ്ങൾ, അങ്ങനെ അനേക ആളുകൾ ഈ കാര്യങ്ങളിലൊക്കെ സംബന്ധിക്കുന്നു. ആയതുപോലെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള അനേകം ആളുകൾ ഭവനത്തിലേക്ക് കടന്നു വന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ സഹായ മെത്രാപ്പൊലീത്ത അഭിവന്യ അലക്സിയോസ് മാർ യൂസേബിയസ് തിരുമേനി കൊണ്ട് ഭവനത്തിലേക്ക് കടന്നു വന്ന് ആശ്വാസ വചനങ്ങൾ അറിയിച്ച് പ്രാർത്ഥിച്ചു. അനേക വൈദികർ, പ്രത്യേകിച്ച് മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി ജോൺ സി പുനച്ചൻ, നമ്മുടെ ഇടവകയുടെ വികാരി ഏറ്റവും ബഹുമാന്യനായ മാത്യു തോമസ് അച്ഛൻ, മരണമറിഞ്ഞത് മുതൽ എല്ലാ കാര്യങ്ങളിലും വളരെ സ്നേഹത്തോടുകൂടി കാര്യങ്ങളിൽ ഇടപെട്ട് ഭവനത്തെ ആശ്വസിപ്പാനിടയായി. ഇടവ അംഗങ്ങളായിരിക്കുന്ന മറ്റു ബഹുമാന്യരായ അച്ഛന്മാർ, ദീപച്ചൻ, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠർ കടന്നു വന്നു. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന അനേകം ആളുകൾ, കൊടിക്കുന്നിൽ MP ആയതുപോലെ ചെങ്ങന്നൂർ MLA സജി ചെറിയാൻ, മാവേലിക്കര MLA R രാജേഷ്, അങ്ങനെ നമ്മുടെ ചെങ്ങന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് നമ്മുടെ ഇടവാങ്കുടി ആയിരിക്കുന്ന അഡ്വക്കേറ്റ് ജോർജ് തോമസ് അവർകൾ, പഞ്ചായത്തിൻ്റെ മെമ്പർമാർ, ഹെൽത്തിലെ ആളുകൾ, അനേകം ആളുകൾ, വാർഡ് മെമ്പർ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അനേകം ആളുകൾ കടന്നു വന്നു. എല്ലാവരുടെയും പേരുകൾ അനുസ്മരിപ്പാൻ ചുരുങ്ങിയ സമയം മതിയാകയില്ലല്ലോ. ആരെങ്കിലും പേരുകളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. എല്ലാ ആളുകളോടും അവരോടുള്ള നന്ദി ഭവനത്തിന് വേണ്ടി അറിയിക്കുന്നു. അതിലുപരി അവരെയൊക്കെ സമയാസമയങ്ങളിൽ മാലാഖമാരെ പോലെ നമുക്ക് ഒരുക്കിയ ദൈവത്തെ ഈ സമയത്ത് സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. മൃതശരീരം ഇപ്പോൾ ദേവാലയത്തിലേക്ക് കുന്നന്നൂർ ഭദ്രാസനത്തിലെ ഭവനമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്ന ബഹുമാന്യനായ തിരുവനന്തപുരം ഭദ്രാസനത്തിലെ ക്രിസ്തോസച്ചൻ, ബഹുമാന്യനായ KV ഇബ്രഹാം അച്ഛൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അവരൊക്കെയും ഭവനവുമായിട്ട്, ഭവനാംഗങ്ങളുമായിട്ടൊക്കെ വളരെ അടുത്ത സ്നേഹബന്ധത്തിലും ബന്ധുത്വത്തിലുമായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരാണ്. ഇപ്പോൾ ബഹുമാന്യനായ ലൂക്കോസ് അച്ഛന് ഒരു വാക്ക് ആശ്വാസവചനങ്ങൾ നമ്മോട് അറിയിക്കുന്നതാണ്. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠ ജയിച്ചിരിക്കുന്ന ബന്ധുമിത്രാദികൾ, കുടുംബാംഗങ്ങളെ ഏവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അധികം കാര്യങ്ങൾ പറയുവാനായിട്ട് ഈ സമയം വരുന്നില്ല. ജനനം, ജീവിതം, മരണം 3 വാക്കുകൾ കൊണ്ട് അവസാനിക്കുന്നെങ്കിൽ പോലും ജനനത്തിന് സന്തോഷവും, ജീവിതത്തിന് സമ്മിശ്ര വികാരങ്ങളും, മരണത്തിന് ദുഃഖപൂരിതമായ ഒരു അന്തരീക്ഷവും. തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട ബിനോയച്ചൻ നമ്മിൽ നിന്ന് വേർപെട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് സമാധാനപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞാൽ പോലും അത് കുടുംബാംഗങ്ങളുടെ മനസ്സിലേക്ക് കയറുകയില്ല. തീർച്ചയായിട്ടും യോഹന്നാൻ ശ്ലീഹ 14-ാം അധ്യായം ആദ്യം മുതൽ പറയുന്നുണ്ട്,
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പിതാവിൽ ആശ്വസിച്ചുകൊള്ളുക, എന്നിലും വിശ്വസിച്ചുകൊള്ളുക. പിതാവിൻ്റെ വാസസ്ഥലത്ത് നല്ല ഉന്നതമായ ഒരു സ്ഥാനം കിട്ടുവാൻ തക്കവണ്ണം നമുക്ക് പ്രിയദാസന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഇത് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നത് അത് മാത്രമേ ഉള്ളൂ. ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാന പാദങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്: വത്സലരെ, നിങ്ങൾ എന്തിന് ദൂരത്ത് നിൽക്കുന്നു? എൻ്റെ അടുക്കൽ വരിക, എൻ്റെ അടുക്കൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗീയ മഹോന്നതങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ കരകയറ്റുവാനായിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്ന നമ്മുടെ ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ തീർച്ചയായിട്ടും കാണികളായിട്ട് നിൽക്കാതെ പ്രിയദാസിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട്, പ്രതിശാന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അവിടുന്ന് തീർച്ചയായിട്ടും നല്ല ഒരു ഇരിപ്പിടം തൻ്റെ വലതു ഭാഗത്ത് സ്വസ്ഥമായ രീതിയിൽ കൊടുക്കുമെന്നുള്ളതിന് യാതൊരു വിധമായ സംശയമില്ല. ഈ ചേച്ചിയുടെ കുടുംബമായ ചെങ്ങരമ്പള്ളി കുടുംബത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഈ സമയത്ത് അറിയിക്കുകയാണ്. ദുഃഖത്തിൽ പങ്കുചേരുന്നു. കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ എളിയ രീതിയിലുള്ള പ്രിയദാസൻ്റെ മഹോന്നതങ്ങളിലേക്കുള്ള യാത്രയിൽ എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുന്നു. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കുക. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഒരുക്കുകയാണെങ്കിൽ പിന്നെയും നിങ്ങളെ എൻ്റെ അടുത്ത് ചേർത്ത് ഞങ്ങളുടെ ജീവൻ്റെ ദൈവനും ഞങ്ങളുടെ പരിപാലകനുമായിരിക്കുന്ന ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, എൻ്റെ മക്കളാകുന്ന അടിയാൻ കപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് തിരുസന്നിധിയോട് ചേർന്ന് വരുവാനും തിരുമുഖത്തേക്ക് നോക്കുവാനും അവിടുത്തെ സ്നേഹം ആർജിച്ചാലുവാനും നീ അവർക്ക് മക്കളെന്ന വലിയ പദവിയും തന്നിരിക്കുന്നതായിട്ട് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ധൈര്യത്തോടുകൂടെ പറയുവാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തായിരുന്നപ്പോൾ നാട്ടിലായിരുന്നപ്പോൾ സാക്ഷ്യമുള്ള ജീവൻ നയിക്കാനായിട്ട് എൻ്റെ മകന് നീ കൃപ കൊടുത്തതിനായിട്ട് ഞങ്ങൾ എൻ്റെ നന്ദിയോടുകൂടെ സ്മരിക്കുകയാണ്. കർത്താവിൻ്റെ സമയത്ത് അവിടുത്തെ സന്നിധിയിലേക്ക് എൻ്റെ മകനെ വിളിച്ച് ചേർത്തതിനായിട്ട് ഞങ്ങൾ എൻ്റെ സ്തോത്രം ചെയ്യുകയാണ്. ഞങ്ങളൊന്നുകൊണ്ടും കുലുങ്ങി പോകാനും പതറിപ്പോകാനും ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയും ബലപ്പെടുവാൻ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരെയോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷ ഇതുവരെയും വ്യാപരിച്ച ദൈവമേക്കായി സ്തോത്രം. തുടർന്നും ഈ ശുശ്രൂഷയെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വരുന്നവരും പോകുന്നവരൊക്കെയും കർത്താവേ, നിന്റെ ദൈവമാണ് സമാധാനം ആശ്വാസവും കണ്ടെത്തുവാനായിട്ടുള്ള സഹായിക്കും. കൃപയോട് സൂക്ഷിക്കണം. കർത്താവ് താൻ്റെ തിരുനാളത്തോടും പ്രധാനവും ദൈവത്തിൻ്റെ കാഹളത്തോടും സ്വപ്നത്തിൽ നൽകിയിരുന്ന ക്രിസ്തുവിൽ മരിച്ചു ഉയർന്നിരിക്കുന്നു വലിയ പ്രത്യാശ ഞങ്ങൾക്ക് തന്നെ. ആ പ്രത്യാശയോടുകൂടെ എൻ്റെ യാത്രയപ്പാനായിട്ട് എല്ലാവരെയോട് സഹായിക്കാം. യേശു നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നു. പിന്നെ വൈദികരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇപ്പോൾ മൃതശരീരം പള്ളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. 20 പേർക്ക് മാത്രമേ ദേവാലയത്തിലെ ശുശ്രൂഷകൾ പങ്കുകൊള്ളുവാനുള്ള അനുവാദം നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ആയതുകൊണ്ട് ഭവന അംഗങ്ങൾ മാത്രം ദേവാലയത്തിലേക്ക് കടന്നു വന്നാൽ മതി. സംഗ
ശുഭമൊഴുവാണിടുവിൻ ലോകമയന്മാർക്കില്ല ഗുണം കാലം പോകുന്നേൻ നൽകാൻ എൻ്റെ കണക്കെല്ലാം സർവ്വരഹസ്യവിധീശൻ തൻ തിരുസന്നിധിയിൽ പാഴൂഴിയിലുയരും ശൂശാനപ്പൂക്കൾ വസ്ത്രം കൈപ്പണിയല്ലാത്തതു ചാർത്തിയിടുമ്പോൾ വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാത്മാക്കൾ. പള്ളിയെ പ്രതിനിധീകരിച്ച് 94-95 വർഷത്തിൽ അവിടെ ട്രസ്റ്റിയായിട്ട് പ്രവർത്തിച്ച നമ്മുടെ ഇടവകയുടെ ട്രസ്റ്റി കൂടിയായിരിക്കുന്ന പി ടി രാജൻ അവറുകൾ ഇപ്പോൾ മൃതശരീരത്തിൽ റീത്ത് സമർപ്പിച്ച് യശോദന്റെ ഇടവകയ്ക്ക് വേണ്ടി സെന്റ് ജോർജ് ഇടവകയ്ക്ക് വേണ്ടി ഇടവകയുടെ ട്രസ്റ്റി വർഗീസ് ജോൺ അവറുകൾ ഇപ്പോൾ സെക്രട്ടറി വി മാത്തുണ്ണി അവർ ചേർന്ന് ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. ചാരിറ്റി ജീവകാരുണ്യ സംഘടനയ്ക്ക് വേണ്ടി ബഹുമാനായ വി മാത്തുണ്ണി അവറുകൾ ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നു. യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി ബഹുമാനായ വൈസ് പ്രസിഡന്റ് ഷിബു ജോൺ റീത്ത് സമർപ്പിക്കുന്നു. അതുപോലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ വേണ്ടി അതിന്റെ സിംജോ റീത്ത് സമർപ്പിക്കുന്നു. അതുപോലെ കല്ലിമേൽ കടയിക്കാട് പ്രാർത്ഥന യോഗത്തിന് വേണ്ടി റീത്ത് ഈ സമയത്ത് സമർപ്പിക്കുന്നു. റീത്ത് കുറച്ചെണ്ണം എടുത്ത് താഴോട്ട് വെച്ചാൽ സൗകര്യമായിരിക്കും, പറഞ്ഞ് താഴെ വിടാനിടയാവും. വൈദിക ശ്രേഷ്ഠരെ വാക്ക് സ്വാഗതം ചെയ്യുന്നു. ഗിയോർഗീസ് അച്ഛൻ, ജോസി ജോൺ അച്ഛൻ, ലൂക്കോസ് അച്ഛൻ, തുബീവ് അച്ഛൻ, ബഹുമാനായ ലൂക്കോസ് മാത്യു അച്ഛൻ, ബഹുമാനായ റെജി അച്ഛൻ, വൈദിക ശ്രേഷ്ഠരെ എല്ലാവരെയും എൻ്റെ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇനി ആരെങ്കിലും പുറത്ത് മൃതശരീരം കാണുവാനായിട്ട് നിൽക്കുന്നുവെങ്കിൽ വേഗം തന്നെ വന്ന് കണ്ട് ദേവാലയത്തിന് പുറത്തേക്ക് പോകേണ്ടതാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ആരെങ്കിലും ദേവാലയത്തിന് പുറത്ത് മൃതശരീരം കാണുവാനായിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്നുവെങ്കിൽ വേഗത്തിൽ തന്നെ വന്ന് കണ്ട് പുറത്തേക്ക് പോകണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കുകയും സംഗതിയാക്കണമേ. ഹോശോ
തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്ത് സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായ സോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതി ബഹുമാനം ആരാധന യോഗ്യമാകുന്നു. ആദിത്യമില്ലാത്ത തേജസ്സുകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പുറമേയും ജീവനും പുറമേയും സകലത്തിന്റെ സൃഷ്ടാവും ലോകത്തെയും അതിന്റെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവരുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ വിഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ വായിച്ചു കളവാനും മനുഷ്യസംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹായ എന്ന നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും പ്രസവിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായി ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്നു ഈ നിന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാനമാലാഖമാർ മൂലം ഇവന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഈ ദാസന്റെ ആത്മാവിനെ രക്ഷിച്ചുകൊള്ളണമേ. ആ എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടർത്തണമേ. തിരുനാമഭക്തരും തിരുവിഷ്ണുമാചരിക്കുന്നവരുമായവരെ ചുറ്റി നിൽക്കുന്നത് പോലെയുള്ള സേനകൾ ഈ ദാസന് ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഈ ദാസന്റെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഈ ദാസന്റെ തെറ്റുകളെ നിന്റെ ദയയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഈ ദാസന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ മലക്കൈവരെ നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഈ ദാസനെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ ശക്തിയാൽ ഈ ദാസനെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ ഒളിവിടങ്ങളിൽ നിന്ന് ഈ ദാസനെ രക്ഷിച്ചു കൊള്ളണമേ. ഈ ദാസന്റെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കപോലെ ഈ ദാസനെ നീരുതിക്കരുത്. തിരുസന്നിധിയിൽ സർവ്വ കുറ്റക്കാർ തന്നെയാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയും ഞങ്ങളിൽ ഇവരിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന് രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ പുത്രകളുടെ അനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവന്റെ മേൽ ഒതുക്കുമാറാകണമേ. ഇവന് വിശ്വസിച്ചതായ ജയമുള്ള സ്ലീബായവന് വിശുദ്ധന്മാരുടെ സമൂഹത്തെ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശഭദ്രമായ സാത്താൻ തന്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലഭിച്ച മോഹത്തൊക്കെ വേണം നിന്റെ കരുണയുണ്ടാക്കുമാറാകണമേ. കർത്താവേ, തിരുനാമഭക്തർക്കുള്ള അനുഗ്രഹീത ഭവനങ്ങളിലെത്തുന്നവരെ ഈ നിന്റെ ദാസന് കോട്ടയും അനുയായും കാവൽക്കാരും സഹായമായിരിക്കണമേ. അവിടെ ആദ്യമില്ലാത്തതായ നിന്റെ മഹിമയെ ആരാധിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാനും സമ്മതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെല്ലാവരെയും ഇവയ്ക്കെല്ലാം തീർക്കുമാറാക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാലത്തിന് ദുഷ്ടസേനകൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ ദുനിയാണ് ഞങ്ങളും അനുഭവിക്കുവാനിടയാക്കണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും പ്ലാനാദരനായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യുമാറാകണമേ. നിന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യാനെ സംബന്ധിച്ച് ശരണവും പ്രത്യാശയമായതുകൊണ്ട് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയുമാറാകണമേ. ദൈവമേ, നിന്റെ മശിഹായുള്ള പ്രത്യാശയും മുൻകൂട്ടി നിന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെട്ടവരും
നമ്മുടെ കർത്താവ് പ്രധാനമായ
പാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാ സുവിശേഷത്തിൽ നിന്നും ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. യേശുദമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവയെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിൽ ഉപരിയായിട്ടുള്ള പ്രവൃത്തികളെ അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മനുഷ്യവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിപ്പാനായിട്ട് പിതാവ് ഒരുവനും വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ അയച്ച പിതാവിനെ ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിസ്താരത്തിൽ ഉൾപ്പെടാതെ മരണം വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെ ആകുന്നു. എന്തെന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടായിരിക്കാൻ തക്കവണ്ണം വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടിയും നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. ശവക്കല്ലറയിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാം അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുത്ഥാനം ചെയ്യുന്ന സമയം വരുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ച് അരുൾ ചെയ്തു. പാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ.
പാദസ്ഥാനം തരണം ചെയ്തിടുവാൻ കർത്തൃശ്രീവാൽവതാകട്ടെ. സഭയും സുതരും സുരൂഹായ സുഹൃതത്തോടൊത്തു വണങ്ങിയിടും. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവൻ ഞങ്ങളുടെ കൊണ്ടുത്താനത്തിനായി പരിപാലിക്കുന്നതുമായ കർത്താവേ, തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി കർത്തൃത്തിനെ വർദ്ധിക്കണമേ. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാനമാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമേലുമായ ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയറ്റുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നവരും വഹിച്ചവരുമായ ദൈവത്തിന്റെ കുഞ്ഞാടേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവിന്റെ വലത്തുഭാഗത്ത് മഹത്വത്തോടിരിക്കുന്നവനേ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എല്ലാ കാലത്തും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യങ്ങളുമായ നിന്റെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. സകലത്തിന്റെയും ദൈവവും നിന്റെ പിതാവുമായവനെയും നിനക്കും ഏകപുത്രനും ജീവനും വിശുദ്ധനുമായ എപ്പോഴും ആ സമയത്ത് എന്നേക്കും ഘോഷിയാകുന്നു. ആമീൻ. മോറാനേ ശിവശിഖ, നിന്റെ കരുണയുടെ വാതിൽ മുമ്പിൽ അടയ്ക്കരുതേ. കർത്താവേ, നിന്റെ സ്നേഹത്തിന്റെ സ്ഥാപനത കൊണ്ട് തന്നെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. സർവശക്തിയുള്ള പിതാവായ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സകലത്തിന്റെയും സൃഷ്ടാവായ സത്യത്തിൽ ഞങ്ങൾ ദൈവത്തിന്റെ ഏകപുത്രനും പ്രകാശവും സദൈവമുള്ള സദൈവവും സകലത്തെയും ജീവിപ്പിക്കുന്ന ഞങ്ങളുടെ സംസ്കാര ശുശ്രൂഷ ദേവാലയത്തിൽ വെച്ച് പൂർണ്ണമാകുകയാണ്. ശുശ്രൂഷയിൽ മുഖ്യ കാർമ്മികം വഹിച്ച ബഹുമാനനായ പി.കെ. വർഗീസ് അച്ഛൻ, ഫിലിപ്പോസ് അച്ഛൻ, ജോസി ജോണച്ചൻ, ബേബി ജോണച്ചൻ, ദീപവർഗീച്ചൻ, ജോസി മണിക്കരച്ചൻ, ബഹുമാനായ റജി അച്ഛൻ, മറ്റ് അന്നയ വൈദിക ശ്രേഷ്ഠരെ എല്ലാവരോടുമുള്ള നന്ദി ഭവനത്തിന് വേണ്ടി അറിയിക്കുകയാണ്. ഒരിക്കൽ കൂടി ദുബായ് സെന്റ് തോമസ് ഇടവകയിൽ അതിൻ്റെ വികാരിമാര്, ട്രസ്റ്റി, സെക്രട്ടറിമാര്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ മൃതശരീരം കൊണ്ടുവരുവാനുള്ള ക്രമീകരണങ്ങൾക്ക് നേതൃത്വം വഹിച്ച വ്യക്തികൾ, നമ്മളുടെ ഇടവകയിൽ നിന്ന് ദുബൈയിലുള്ള അല്ലെങ്കിൽ ഭവനത്തിൻ്റെ സഹോദര ഭവനങ്ങൾ, അതുപോലെ നമ്മുടെ ഇടവകയിലെ അംഗങ്ങളായിരിക്കുന്ന ബഹുമാന്യനായ പോൾ ജോർജ്, സജു ജോർജ്, ഷിബു പിടിയിൽ, അങ്ങനെ അനേകം ആളുകൾ, എല്ലാവരുടെ പേര് എടുത്ത് പറയുന്നില്ല. അവരോട് ഈ സമയത്ത് ഒരിക്കൽ കൂടി അവരോട് നന്ദി അറിയിക്കുന്നു. സജയ് ചെറിയ MLA അവറുകൾ അവരുടെ ദേവാലയത്തിലേക്ക് കടന്നു വന്ന അനുശോചനം അർപ്പിച്ചു. നോർക്കയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കാൻ തക്കവണ്ണം അദ്ദേഹം നാട്ടിൽ നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. ഭവനത്തിൻ്റെ അടുത്ത ബന്ധുകൂടി ആണല്ലോ. അതുപോലെ അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. വ്യാപാര വ്യവസായ സംഘടനയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ബഹുമാനായ CB അവറുകൾ ഇവരോടുള്ള നന്ദി അറിയിക്കുന്നു.
നാം ഇടവകയുടെ ഔപചാരികമായ അനുശോചനം വളരെ ദുഃഖത്തോടുകൂടി ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ഇടവകയെ സംബന്ധിച്ച് അഗാധമായ ദുഃഖവും പ്രയാസവും ആണ് ഈ അനുഭവം. പ്രത്യേകമായിട്ട് ഇടവകയുടെ ഔപചാരികമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അതുപോലെ അവലിക്കര എം.പി. പുളിക്കുന്നിൽ സുരേഷ് അവരുകൾ ഭവനത്തിൽ വന്ന അനുശോചനം അറിയിക്കുകയും പ്രത്യേക ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് മുഖാന്തരമുള്ള വിദേശ കാര്യം ബന്ധപ്പെട്ടൊക്കെ സഹായങ്ങൾ അദ്ദേഹം ചെയ്യുകയുണ്ടായി. അതുപോലെ എല്ലാ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലുള്ളവരോടും പ്രത്യേകം നന്ദി ഈ സമയത്ത് ഭവനത്തിന് വേണ്ടി അറിയിക്കുകയാണ്. ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ പൂർണ്ണമായി ഇപ്പോൾ മൃതശരീരം കല്ലറയിലേക്ക് എടുക്കുകയാണ്. ഭവന വിനോയുടെ കുടുംബാംഗങ്ങൾ മാത്രം കല്ലറയുടെ സമീപത്തേക്ക് വന്നാൽ മതി. ബാക്കി കെട്ടിപ്പിടിക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അല്ലാതെ കൂടുതൽ ആളുകൾ അവിടെ തിങ്ങിക്കൂടുവാനായിട്ട് ഇടയാകരുത് എന്ന് വളരെ സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുന്നു. ഇവരുടെ സഹധർമ്മിണിയും കുഞ്ഞുങ്ങളും ഭവനത്തിലെ 1-2 വ്യക്തികളും മാത്രം കല്ലറയുടെ സമീപത്തേക്ക് വന്നാൽ മതി. അവിടെ വെച്ചുള്ള ശുശ്രൂഷ പെട്ടെന്ന് തന്നെ പൂർണ്ണമാകും. കടന്നു വന്ന എല്ലാവരോടും ഉള്ള നന്ദി ഭവനത്തിന് വേണ്ടി ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാവരും ദയവ് ചെയ്ത് പിരിഞ്ഞു പോകണം എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദേവാലയത്തിനകത്ത് കൂടുതൽ ആളുകൾ നിൽക്കരുത് എന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആളുകൾ വന്ന് ഇപ്പോൾ അറിയിക്കുകയുണ്ടായി. ദയവ് ചെയ്ത് അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമ്മളുടെ സുരക്ഷയെ കരുതി ദേവാലയത്തിൽ നിൽക്കുന്ന എല്ലാ ആളുകളും പുറത്തേക്ക് ഇറങ്ങി ഭവനത്തിലെ ഇതിൻ്റെ ശുശ്രൂഷയ്ക്ക് ഭംഗം കൂടാതെ കാര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഭവനാംഗങ്ങൾ മാത്രമേ കല്ലറയുടെ സമീപത്തേക്ക് കടന്നു വരുവാനായിട്ട് ഇടയാകാവൂ എന്ന് ഓർപ്പിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മൃതശരീരം ഇവിടെ കല്ലറയിലേക്ക് എടുക്കാവുന്നതാണ്. നീ സന്ധ്യ വരെ ജീവിച്ചിരിക്കുകയില്ലെന്ന് രാവിലെ നീ മനസ്സിൽ കരുതിക്കൊള്ളുക. സന്ധ്യയാകുമ്പോൾ വെളുക്കുവോളം ജീവിച്ചിരിക്കുമെന്നും മനസ്സിൽ കരുതേണ്ട. ആകയാൽ എപ്പോഴും ഒരുങ്ങിയിരിക്കുക, മരണം ഒരുക്കമില്ലാത്തവനായി. ദൈവം കൃപ ചെയ്യും. പൂച്ചെടി പോലെ പാറിക്കുമോ ജീവാശ്രമേ അവരിധ്യാനത്തിനായി ഉയരത്തിൽ നിന്നെടുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നേ അവരവരിലൂടെ എഴുന്നേറ്റു വിരേകം നിന്നെ സ്തുതി ചെയ്തിടുന്നു. ശരീരം രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തെട്ട് മരിച്ചു ഞാൻ എന്നും മഹത്വം മേലെ നുവാതാറേ ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയോടും കൂടി ക്രിസ്ത്യാനിക്ക് ഉചിതമായ നിലയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മശിഹായുടെ പ്രത്യയ ദൈവം തന്നെ നിർമ്മലമായ തൃക്കൈകളിൽ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി അവിടുത്തെ കരുണയോടെ പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണ്ണമായ സ്ഥാനവിന് നൽകട്ടെ. സ്വർഗരാജ്യത്തിലെ മണവറയും തോട്ടവും കർത്താവിന് നൽകട്ടെ. ദൈവനിൽ കരുണ ചെയ്യട്ടെ. ദൈവം തന്റെ വിശുദ്ധന്മാരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും കൂട്ടത്തിൽ ഇവനെ ആനന്ദിപ്പിക്കട്ടെ. ദരിദ്രനായ ലാസനോടുകൂടെ ഇവനെയും ദൈവം ആനന്ദിപ്പിക്കുമാറാകട്ടെ. ദാസന്റെ വേർപാടിൽ വിലപിച്ചും ദുഃഖിച്ചും ഇവിടെ അവശേഷിച്ചിരിക്കുന്നവരെ മശിഹാതമ്പുരാൻ കരുണയോടെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ. കർത്താവ് അവരുടെ മുഖത്ത് നിന്ന് കണ്ണുനീര്, ഹൃദയത്തിൽ നിന്ന് നീറുന്ന വേദനയും നീക്കിക്കളഞ്ഞ്
അവരിൽ സത്യമുദ്ര പതിക്കുമാറാകട്ടെ. ലാസറിന്റെ സഹോദരികളെ തങ്ങളുടെ സഹോദരന്റെ ഉയർപ്പ് മൂലം സന്തോഷിപ്പിച്ചവനായ ദൈവം ഒരിക്കലും നിന്നെ കണ്ടുമുട്ടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക. ഹേ മനുഷ്യ, നിനക്ക് ഒരു ദിവസം പോലും നിശ്ചയമില്ലാത്തപ്പോൾ ദീർഘനാൾ ജീവിക്കുമെന്ന് നീ വിചാരിക്കുന്നത് എന്തിന്? ഈ വീടെല്ലാം ഈ നിശയിൽ മൃതി നടന്നിടും.